ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ വീഡിയോ ഒന്നും കറക്റ്റ് ടൈമിന് എത്തുന്നില്ല കേട്ടോ. നമുക്കൊരു കാര്യവും കൃത്യനിഷ്ഠയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോ 2 വട്ടം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 3-ാം വട്ടം ഇന്ന് ഞാൻ നിത്യവും 2-3 ഷോർട്ട് ഇടുന്ന ഞാനാണേ. ഇന്നെനിക്ക് ഷോർട്ട് ഇടാനൊന്നും പറ്റിയില്ല. അപ്പം സന്ധ്യയ്ക്ക് ശേഷം ഇത്തിരി ബിസിയായിരുന്നു. നമുക്ക് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊന്നും കയറുന്നില്ല എന്നൊക്കെയാണ് പരാതി. പക്ഷേ അതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവും. അങ്ങനെ ഇന്ന് 1-2 ഗ്രൂപ്പിലൊക്കെ കയറി അതിൽ ചാറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ 1-2 സുഹൃത്തുക്കളെ വിളിച്ച് കൂട്ടുകാരെ വിളിച്ച് അവരുമായിട്ട് കഥ പറഞ്ഞ് സമയം പോയി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കൃത്യസമയത്ത് ഷോർട്ട് ഇടാൻ പറ്റിയില്ല. അല്ലെങ്കിൽ 7-8 മണിക്കൊക്കെ ഞാൻ ഷോർട്ട് ഇടുന്നതാണ്. ഷോർട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇതും വേണ്ടാന്ന് വെച്ച് ഇന്ന് ലൈവും വരണില്ല എന്ന് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഞാൻ ഇട്ട് നോക്കട്ടെ എങ്ങനെയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സ്വഭാവമാണെങ്കിൽ ഇപ്പോൾ പറയുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോവില്ല. പറഞ്ഞാൽ ഒന്നും പാലിക്കാറുമില്ല, അതാണ് സത്യം. അപ്പോൾ ഇന്ന് നമ്മൾ കൃത്യനിഷ്ഠയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നില്ലേ, അതുകൊണ്ട് വീഡിയോ മുടങ്ങണ്ടെന്ന് കരുതിയാണ് ഓടി വന്ന് ഫോണും എടുത്ത് നിങ്ങളെ മുന്നിലെത്തിയത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. ജോലിക്കൊക്കെ പോയി വന്നു, നിത്യപരിപാടി ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഇന്നത്തെ ദിവസവും നമ്മുടെ ഫെബ്രുവരി മാസത്തെ 19-ാം തീയതിത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കടന്നു പോയി. നാളെ 20-ആണ്. നാളത്തെ ദിവസം നാളെ ചൂടും മഞ്ഞും കാറ്റും പൊടിയും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ പിന്നെന്താണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിൽ തട്ടിയൊരു കാര്യം പറയാം. നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. ആരെയും നമ്മൾ വിശ്വസിക്കില്ല. നമ്മൾ സ്വന്തമെന്ന് കരുതി നമ്മുടെ കൂട്ടെന്ന് കരുതി നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നവർ നമുക്കിട്ട് തന്നെ പണി. അതെ, നമ്മളൊക്കെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊക്കെ ഇച്ചിരി ദേഷ്യമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. എന്തെങ്കിലും നേരിൽ കണ്ട പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് പൊതുവെ. അതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമ്മളോട് ആർക്കും അങ്ങനെ ഇഷ്ടം കൂടാൻ പറ്റാത്തത്. എന്തെങ്കിലും കണ്ട നേരിൽ ചിരിച്ച് കാണിച്ചിട്ട് മറയത്ത് ചെന്ന് അങ്ങനെ അവരെ പറ്റി പരദൂഷണം പറയുന്നൊരു സ്വഭാവമല്ല. ഇഷ്ടക്കേട് കണ്ടാൽ അവിടെ അങ്ങ് പ്രതികരിക്കും. നിങ്ങളത് ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മളെ കണ്ണിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവിടെ പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. അത് എന്നെ മനസ്സിലാക്കിയവരും എന്നോട് കൂട്ടുകൂടിയവർക്കും അറിയാൻ പറ്റും എൻ്റെ സ്വഭാവം, എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അവിടെ മുഖം നോക്കാറില്ല ഞാൻ, അവിടെ ബന്ധം നോക്കാറില്ല, സുഹൃത്ത് ബന്ധം നോക്കാറില്ല. ഞാൻ ഇച്ചിരിയെങ്കിലും ഒക്കെ ഒന്ന് ക്ഷമിക്കുന്നത് എൻ്റെ മക്കളെ മുന്നിൽ മാത്രം. മക്കളെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഇത്തിരി ഇങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത്. മക്കളെ കാര്യത്തിൽ ഞാൻ വേറെ സീറോയാണ്. മക്കളെ കാര്യത്തിൽ ഞാൻ ക്ഷമയുള്ള ഒരു അമ്മയാണ്. അവൻ്റെ കെട്ടിയൻ്റെ അടുത്ത് പോലും എന്തെന്നേട്ട കുന്തെന്ന് പറയും. എനിക്ക് ജന്മം തന്ന അപ്പനും അമ്മയുടെ ആയാലും അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതിൻ്റെയൊക്കെ വില ഇപ്പോഴാണ് അറിയുന്നത്. അവരൊക്കെ ജീവിച്ചിരുന്ന സമയത്തും എന്തെന്ന് കേട്ടാൽ കുന്തെന്നും പറഞ്ഞ് മിച്ചമുണ്ടാന്നും കേൾക്കും. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു രീതിക്കാരിയല്ല ഞാൻ. അതെല്ലാവർക്കും അറിയാം. എൻ്റെ കുടുംബക്കാർക്കറിയാം, എൻ്റെ കൂടപ്പിറപ്പുകൾക്കറിയാം, എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ വെട്ടുന്ന മുറി രണ്ടാണ്, ആർക്കും വിട്ടുകൊടുക്കാറില്ല. അതുകൊണ്ട് നമ്മളോട് ഇഷ്ടം കൂടുന്നതും കുറവാണ് എല്ലാവരും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളെ കൂടെ കൂടി നിന്നിട്ട് ചിലരുണ്ടല്ലോ ചിരിച്ചോണ്ട് നല്ല പാല് തേന് പഞ്ചാര മുട്ടായി എന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷെ അവർ അടിക്കിട്ട് നമുക്കിട്ട് പാരപണിയെന്ന് നമ്മളറിയില്ല. ജനങ്ങൾ അങ്ങനെയാണെന്നേ. എന്തിനാണാവോ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്, ഒളിച്ചും മറിച്ചും. ഇപ്പം ഇന്ന് എനിക്കിങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ ഈ ഫെബ്രുവരി മാസം 19-ാം തീയതി എനിക്കുണ്ടായ അനുഭവത്തിനെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളെ കൂട്ടുകൂടി നമ്മളെ കൂടെ എല്ലാത്തിനും കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ട് നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും ഒളിക്കാറുണ്ട് കേട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരാളെ കൂട്ടുകൂടി നിന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. ചിലരങ്ങനെയല്ല, നേരെ വിപരീതം. എല്ലാ കാര്യത്തിനും രഹസ്യമാണ്. വീട്ടിലെ കാര്യം പറയാറില്ല, ഫിനാൻസ് ഇടപാട് പറയാറില്ല, ഒന്നും പറയാറില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവം മേൽഗതി കൊടുത്തുകൊണ്ടിരിക്കും. ഈ പബ്ലിസിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നവർ എന്നും ഓട്ടെന്നേ. നിങ്ങളായാലും ഒളിച്ചു വയ്ക്കുന്നവരായാലും എല്ലാം നാളെ ഇവിടം വിട്ട് പോകേണ്ടവരാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നമ്മളെ കൂടെ കൂടി നിന്നിട്ട് നമ്മളോടൊരു കള്ളം പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് വേറൊരു കാര്യം. അതെ,
അപ്പോൾ ഇത് കാണുന്ന ഈ വീഡിയോ ഒക്കെ അവർ കാണാൻ സാധ്യതയില്ല. കാണുന്നുണ്ടെങ്കിൽ എത്ര നാൾ നമ്മളൊരു തെറ്റ് ചെയ്താൽ ഒളിച്ച് വെക്കും. ഒരു കാര്യം നമ്മൾ ഒളിച്ച് വെച്ച എന്നായാലും അത് പുറത്താവും. അപ്പം എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവർ ഉള്ള കാര്യങ്ങൾ ഒളിച്ച് വയ്ക്കല് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങ് പറയുക. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യമൊന്നുമല്ല, പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്, അത് ഒളിച്ച് വയ്ക്കാം. അല്ലാതെ നമ്മൾ ഇന്നൊരു കാര്യം ഒളിച്ച് വെച്ചാൽ നാളെ അത് സമൂഹം അറിയുമെന്നുള്ള കാര്യമാണെങ്കിൽ ഒളിച്ച് വെക്കേണ്ട കാര്യമില്ല. അത് പരസ്യമായിട്ട് പറയുക തന്നെ വേണം. നിങ്ങളെന്ന് ഒളിച്ച് വെച്ചാൽ നാളെ നമ്മൾ അറിയും. നിങ്ങളെന്ന് ഈ ഒരു കാര്യം ഒളിച്ച് വെച്ചാൽ നാളെ നമ്മൾ അറിയും. അപ്പം നിങ്ങളവിടെ എന്തിനാവണം? നിങ്ങളാണവിടെ എന്തൊക്കെയോ ഫോണും തുറന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സ് നിങ്ങളെ മുന്നിൽ തുറക്കുന്നുണ്ട്. ഇന്ന് ലൈവ് വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിലൊക്കെ വോയിസ് ഇട്ട് നമ്മളിന്ന് ലൈവൊന്നും വരില്ലാന്ന് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിയത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, എന്നാൽ പോട്ടെ. അപ്പോൾ എന്നെ കാണുന്ന കൂട്ടുകാരി, നിങ്ങൾ ഒളിച്ച് അത് ഉള്ളതാണോ സത്യമാണോ നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും സത്യമാണെങ്കിൽ നിങ്ങൾ എന്നോട് അത് ഒളിച്ചു വെച്ചത് ഒട്ടും ശരിയല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇണങ്ങി നിന്നിട്ട് നിങ്ങൾ എന്നോട് അത് ഒളിച്ചു വെച്ചത് ഒട്ടും ശരിയായില്ല കൂട്ടുകാരി. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെ ചെവിയിൽ കാഴ്ചയിലെത്തുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും ചെയ്തതൊട്ടും ശരിയല്ല കേട്ടോ. ഈ പറഞ്ഞ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ വന്ന് പറഞ്ഞു, 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ ചേട്ടനും കൂടെ ഉടക്കിയ കാര്യം നമ്മുടെ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊതുവേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു രഹസ്യവും സൂക്ഷിക്കുക. അതുകൊണ്ടാണോ ഇനി അവരെൻ്റെ അടുത്ത് പറയാത്ത. ഇവളുടെ അടുത്ത് പറഞ്ഞ ഇവളെല്ലാവരുടെ അടുത്തും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒളിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാനുള്ള മനസ്സൊക്കെ എനിക്കുണ്ട്. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പബ്ലിസിറ്റി ചെയ്തില്ലെങ്കിൽ എൻ്റേതായ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ഒന്നും അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കുന്ന കാര്യമായാലും എവിടെയെങ്കിലും പോകുന്ന കാര്യമായാലും എന്നെ ചുറ്റിപ്പറ്റി എൻ്റെ കുടുംബത്തിലെ കാര്യമായാലും നമ്മളിപ്പോൾ യൂട്യൂബിൽ വന്നതിന് ശേഷം നിങ്ങളായിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഒളിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒളിക്കാറുമുണ്ട്. നമ്മൾ ഒളിച്ചു വെച്ചാലും നാളെ അറിയുമെന്നുള്ള ഞാൻ പൊതുവേ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം രഹസ്യമായിട്ട് വെച്ചാൽ അത് മറ്റൊരാൾ അറിഞ്ഞിരിക്കും. അപ്പം പിന്നെ അവിടെ നമ്മൾ എന്തിനാണ് മോശക്കാരാവുന്നത്? പറയാറുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ഇത് പ്രത്യേകിച്ച് എൻ്റേതായ ഒരു മനസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ അങ്ങനെ വലുതായിട്ടൊന്നും തോന്നൂല. ഇവരെന്താ പറയണേ, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്നോട് തന്നെ അങ്ങ് പറയുന്നു. എന്നോട് തന്നെ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേസ് തന്നെയാണ് കാണുന്നത്. സ്ക്രീനിലൂടെ ഞാൻ കാണുന്നത് എൻ്റെ ഫേസാണ്. ഞാൻ എന്നോട് തന്നെ പറയുന്നു, അത് നിങ്ങളും കൂടെ കേൾക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇപ്പോൾ നമ്മൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസാണല്ലോ കാണുന്നത്. നിങ്ങളെന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാം ഒരു ഭാവന. അപ്പോൾ അതൊക്കെ തന്നെയാണ്. എന്നാൽ നമുക്ക് പോകാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. അപ്പോൾ ടാറ്റ ബൈ ബൈ. മണി 10 കഴിഞ്ഞ്. ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ആവുമോ എന്തൊരു ഷോർട്ടും കൂടെ ഇടാൻ പറ്റുമെങ്കിലാണ്. യൂട്യൂബ് തന്നെ വിചാരിക്കും കേട്ടോ. ഈ പെണ്ണും പിള്ള ചില ദിവസങ്ങളിൽ 5-6 ഷോർട്ട് ഇടും, ഇട്ടില്ലെങ്കിൽ ഒന്നുമില്ല. ഇതൊക്കെയാണ് ഞാനും എൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ശുഭരാത്രി, സുഖനിദ്ര.